സൂര്യ ബോസിന് എടുത്താലാണ് ആ ടി വിയിൽ. വെട്ടിക്കളഞ്ഞ് ടി വി എന്റെ ഓ ഓക്കെ ഓക്കെ. എന്താ നിങ്ങളെല്ലാരും മുട്ടിലിരിക്കുന്നേ? അപ്പൊ ഗൈസ് നമ്മുടെ കുടുംബത്തിൽ ഒരാളും കൂടി വരാൻ പോവാണ്. വന്നപ്പോ തന്നെ വെച്ചല്ലോ വന്നപ്പോ തന്നെ വെച്ചല്ലോ നീ. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എടാ എല്ലാരും ഫ്രണ്ടിലോട്ട് വാടാ, ഫ്രണ്ടിലോട്ട് വാടാ, ഫ്രണ്ടിലോട്ട് വാടാ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു കോസ്റ്റ്യൂം ഇടണം. സൗണ്ട് ലാഗ് ഉണ്ട്. ജോക്കർ ബ്രോ സ്ട്രീം സൗണ്ട് ലാഗ് ഉണ്ട്. അത് എന്താന്ന് അറിഞ്ഞോണ്ട്. ആ കോച്ച് പറ. മോർഫിൻ ഇത് മോർഫിൻ അല്ലല്ലോ. അത് ഇതെന്താ? அவனுக்கு ஒண்ணு கொடுத்துட்டா சந்திரா. என்ன புதுதான் ஆடணும் ஊனலாடனா. உனக்கு வேணுமா சந்திரா? என்ன சித்ரா ரோட்ல ஓடுறேன். ചന്ദ്ര അവള് പുടി ചന്ദ്ര സീനില്ലല്ല. അത് പോതും ഒരു റിക്രൂട്ട്മെന്റ് കഴിയാൻ പോണല്ലോ. സൂര്യ ബോസിന് എടുത്താലാണ് ആ ടി വിയിൽ. വെട്ടിക്കളഞ്ഞ് ടി വി എന്റെ ഓ ഓക്കെ ഓക്കെ. അപ്പം ബോധമുണ്ട്. കൊതുണ്ടോ കൈസ്? നിങ്ങൾ അതിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഓ എന്റെ അമ്മ എന്തിനാ ഇതിന്റെ കിക്ക് എപ്പോ പോവും? ഇല്ല അത് കോച്ചിന് കഴിയാം. നീ എന്തിനാണ്? എടാ ഞാൻ എന്ത് ചെയ്താലും അതേപോലെ എന്തിനാ ചന്ദ്ര ചെയ്യുന്നത്? എന്റെ അപ്പൊ ഞാൻ ഇപ്പൊ പാന്റ് ഇട്ടുകൊണ്ട് വന്ന ആ സെയിം പാന്റ് ഇട്ടുകൊണ്ട് വന്ന് നിക്കുന്നത്. എന്ത് ചെയ്താലും കോപ്പിയാ അണ്ണ. ഇത് എന്റെ പാന്റ് അണ്ണാ. അണ്ണ ഇല്ല ഒരു കൊടയിൽ പുറത്തൊരു പാന്റ് ഉണ്ടാവുന്നത് കുറച്ചു നേരം. അണ്ണൻ അതാണ് ചേരണേ കുറച്ചുകൂടി. ഇതെന്റെ ബാഗി പാന്റാ കോച്ച്. ഇതിന്റെ എഫക്ട് പോവൂല കോച്ച്. ലുക്ക്. ഹലോ കോച്ച്. നീ ഇത് സ്റ്റുഡിയോന്ന് എടുത്തല്ലേ? സ്റ്റുഡിയോന്ന് എടുത്ത. ഇതാണ് പറഞ്ഞ സ്റ്റുഡിയോന്ന് എടുക്കരുതെന്ന്. എല്ലാരും ഒരുപോലെ ഇരിക്കും. അപ്പാമ്മനെ കണ്ട ഒരു കുഴല് കയറ്റി ഇട്ട പോലെ ഉണ്ട്. അവനത് വെച്ച് തയ്ച്ചതാ 1900. കാലില്ല. കാലോടെ പോയി. അയ്യോ കാലോടെ പോയി. എന്താ നിങ്ങളെല്ലാരും മുട്ടിലിരിക്കുന്നേ? റിക്രൂട്ട്മെന്റ് ആണോ? നമ്മള് വല്ലേ ബീച്ച് പാർട്ടിക്ക് വന്നത് അവിടെ നോക്കേ. ഹരി കേക്കോ? റെഡിയല്ലേ? സെറ്റല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കുടുംബത്തില് അപ്പൊ ഗൈസ് നമ്മുടെ കുടുംബത്തിൽ ഒരാളും കൂടി വരാൻ പോവാണ്. സോ ഇത് ആക്ച്വലി പെട്ടെന്നെടുത്ത ഒരു ഡിസിഷൻ അല്ല, എന്നാലും പെട്ടെന്നെടുത്ത ഡിസിഷനാണ് ഇത്. ഇന്നലെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ല, പക്ഷെ ഇന്ന് ഞാൻ ചന്ദ്രനെ വിളിച്ച് തീരുമാനിച്ചതാണ്. അതെ അപ്പൊ നമ്മള് നമ്മുടെ PVP സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പോവാണ്. സോ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വി ആർ വെൽക്കമിങ് T47 Destro to TVA Destro. വെൽക്കം ടു TVA ബ്രദർ. കൊണ്ടുവാ
ഹരി എന്ന് പറഞ്ഞപ്പോ തമിഴ് കമ്മ്യൂണിറ്റിയിൽ നിന്നും രണ്ടാമത്തെ പ്ലെയർ. ഹായ് ഡസ്റ്റോ. ഹായ്, വെൽക്കം ടു ടി വി എ ബ്രദർ. സൗണ്ട് കുറവാണല്ലോ. സൗണ്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. അണ്ണനെ വന്നപ്പോ തന്നെ വെച്ചല്ലോ. അണ്ണനെ വന്നപ്പോ തന്നെ വെച്ചല്ലോ നീ. ഡസ്റ്റോ, അപ്പൊ ഒരു ഡസ്റ്റോയുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ആൾക്കാർക്കൊക്കെ വേണ്ടിട്ടൊന്ന് പറയോ? என்னோட பேரு டெஸ்டோ, அதே எல்லாத்துக்கும் தெரியும். நெக்ஸ்ட் நான் പറഞ്ഞ നീ പേടിക്കണ്ട, ടെൻഷൻ വേണ്ട. வேற என்ன சொல்லுங்க. വേറെ നീ എങ്ക എന്താ എങ്ക ചെയ്യ പോറ? പ്രീവിയസ് ഗ്യാങ്ങിനോട് താങ്ക്സ് പറയണേ. താങ്ക്സ് പറയാം, എല്ലായിടത്തും എല്ലാം മെൻഷൻ ചെയ്യാം, എന്ത് വേണേ പറയാം. எனக்கு இப்போ இங்கே சப்போர்ட் இல்லாதப்ப சப்போர்ட் கொடுத்தது என்னோட பழைய கேங் T47 தான். ஸோ அவங்கள நான் என்னைக்கும் மறக்க மாட்டேன். ഓക്കെ, അപ്പൊ എനിവേ വെൽക്കം ടു ടി വി എ ബ്രദർ. വെൽക്കം. യു ക്യാൻ ജോയിൻ വിത്ത് ദം. അങ്ങോട്ട് ചെന്നു. എടാ പയ്യൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഒന്ന് എന്താ പറഞ്ഞു? ഇപ്പൊ അങ്ങ് പോയിട്ട് நான் ആ അങ്ങോട്ട് പോക്കോ. അതാണ് നമ്മുടെ ഒരു രീതി. അങ്ങനെയാണ്. ഓക്കെ വണ്ടി ഇടിക്കല്ലേ ദൈവമേ. സാധാരണ ചോര ഉണ്ടാവില്ല. ഈ ബസ് എടുത്തിട്ടുണ്ട്. തൊട്ടടുത്തിട്ടുണ്ട്. ആരാ ചത്തേട്ടോ അവിടെ? സാധാരണ ചോര കണ്ട് തുടങ്ങണ്ടേ? അതല്ലോ ചോരുണ്ട്, ആരുടെ ചോരുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്താ ഡെസ്ട്രോയെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് അവിടെ പോയി ഇൻവൈറ്റ് ചെയ്ത് ടി വി അടിച്ചുകൊണ്ട് ഇൻവൈറ്റ് ചെയ്ത് ഇതാക്കിയതൊന്നുമല്ല. ഡെസ്ട്രോയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ടി വിയിലോട്ട് വന്നതാണ്. അത് നിങ്ങൾക്ക് ഡെസ്ട്രോ എടുത്ത് നാളെ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡെസ്ട്രോ കുറച്ച് നാൾക്ക് മുമ്പ് കോച്ചിനോട്, ഈ ഡെസ്ട്രോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ശരിക്കും? ഈ ഡെസ്ട്രോ പണ്ടുണ്ടായിരുന്ന നേരത്തെ ടീം തമിഴാസ് അറിയാവോ നിങ്ങൾ? സൈക്കോക്കും എല്ലാവരും ഒക്കെ അവർ സൈക്കോയുടെയൊക്കെ റൂമിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു പ്ലെയറാണ്. വെച്ചാൽ RP വരുന്നതിന് മുമ്പ് RP AKM ഒക്കെ നിങ്ങൾ വിട്ടു. അതിന് മുമ്പ് TT ഉണ്ടായിരുന്ന കോമ്പറ്റേറ്റീവ് പ്ലെയർ ആയിരുന്നു ഡെസ്ട്രോ. അപ്പോൾ ഡെസ്ട്രോ ആക്ച്വലി എന്താ T47 കയറുന്നതിന് മുമ്പേ ടി വിയിൽ വരുന്ന കാര്യമൊക്കെ കോച്ചിനടുത്ത് പറഞ്ഞിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതൊന്നും. അപ്പോൾ അതിനുശേഷം ആണ് എന്താ ഇവരെ T47 കളിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി അവൻ T47 നിന്നാണ് വരുന്നത്. അപ്പോൾ T47 നിന്ന് അവരുടെ പ്ലേയേഴ്സിനോട് പറഞ്ഞപ്പോൾ അതൊക്കെ നിങ്ങൾ പേഴ്സണൽ ചോയ്സ് ആണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് T47 പറഞ്ഞു. സോ T47 സൈഡിൽ നിന്നും പെർമിഷനോട് കൂടിയാണ് ഡെസ്ട്രോ ടി വിയിലോട്ട് വന്നത്. അല്ലാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതാക്കിയതല്ല. അവന് നമ്മൾ ടി വിയെ റെപ്രസെൻറ്റ് ചെയ്ത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഈ ഡെസ്ട്രോയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ലാസ്റ്റ് നമുക്കെതിരെയുള്ള വാറിൽ നമ്മളെ 1v6 അടിച്ച് ടി വിക്കകത്ത് വന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് ഡെസ്ട്രോ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയത്തില്ലേ, ഈ പറയണത് പോലെ നമ്മളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു സാധനം അത് അവൻ ചെയ്തതാണ്. അല്ലാതെ നമ്മൾ ഈ പറയണത് പോലെ ഞാൻ കളിക്കും, അതായത് റിക്രൂട്ട്മെന്റ് ഉണ്ടോ എന്നൊന്നും അങ്ങനെ ചോദിച്ച് ഇൻ ബിറ്റ്വീൻ RPക്കകത്ത് വന്ന് ബുദ്ധിമുട്ടിച്ച ഒരാളല്ല. ഡെസ്ട്രോയുടെ ഒരു ലാസ്റ്റിലത്തെ ഒരു മോണ്ടേജ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഡെസ്ട്രോയെ ഇത് ചെയ്തത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് റോളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഗസ്റ്റ് റോളുണ്ട്, എന്നെ അടിച്ചിരുന്നുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ ക്യാപ്ചർ, ഗെയിം ക്യാപ്ചർ, ഇതാണ് ഡെസ്ട്രോയുടെ എയിം. ഇപ്പൊ നമ്മൾ റിക്രൂട്ട് ചെയ്ത പ്ലെയറിന്റെ എയിം എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഒരു ഫസ്റ്റ് പിക്ക് അവനെ ഇവിടെ എടുക്കും. ഫസ്റ്റ് പിക്ക് എടുത്ത് 2 3 ഇത് ഞാനാണ് 5 Pra mim, a vida
ടൂർണമെന്റ്. ചന്ദ്രബോസ് ആണ് ഇപ്പൊ വലത്തെ സൈഡിൽ മയങ്ങി വീണത്. തലയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇവൻ. നെക്സ്റ്റ് സ്റ്റീവോ? ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ ഇതായാലും സ്റ്റീവിന് തുല്യ സ്റ്റീവ് മാത്രമേ ഉള്ളൂ. അവൻ ഇനി ഏത് ഗ്യാങ്ങിൽ പോയാലും, അത് ഞാൻ പണ്ടും പറയും ഇന്നും പറയണ കാര്യമാണ്, അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല. ഇത് ഡെസ്ട്രോക്ക് ഡെസ്ട്രോ, സ്റ്റീവിന് സ്റ്റീവ്. സ്റ്റീവിനെ പോലെ ഒരാളെ ഞാൻ പറയട്ടെ, ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, എടാ നീ ഹാക്ക് വല്ലോട്ട് കളിക്കുന്നവനാണോ എന്ന്. സത്യം ഞാൻ പറയാം, കാരണം എൻ്റെ PC-യിൽ ഞാൻ ഒരു ദിവസം കൊണ്ടുവന്ന് അവനെ കളിപ്പിച്ചതാ. എനിക്ക് സസ് അടിച്ചിട്ട്, എനിക്ക് സ്റ്റീവിനെ സസ് അടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്, ഞാനത് പബ്ലിക്കിൽ പറയാൻ റെഡിയാ ഗൈസ്. എനിക്ക് സ്റ്റീവിനെ സസ് അടിച്ചിട്ട് ഇവൻ്റെ വാലോറന്റിൽ എല്ലാത്തിലും എയിം കണ്ടിട്ട് എനിക്ക് സസ് തോന്നി. ഞാൻ എൻ്റെ PC കൊടുത്തിട്ട് ഞാൻ ഒരു ദിവസം അവനെ എൻ്റെ വീട്ടിലിരുത്തി കളിപ്പിച്ച്. അവൻ കീബോർഡൊക്കെ പിടിക്കുന്ന കാണണം, ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഒട്ടിച്ച് ഇങ്ങനെയാണ്. കീബോർഡിലൊന്നും നോക്കുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് അവൻ കീബോർഡിലൊക്കെ പിടിക്കണേ. അന്ന് എനിക്ക് മനസ്സിലായ ഡെസ്ട്രോ കണക്ട് ഭരത് നായറോ? എടാ വാർ ചാറ്റിൽ ഇട്ടില്ലല്ലോ, ഞാൻ ഇടാൻ പോവാണേ. ഹലോ കേക്ക്, ആരും റെസ്പോണ്ട് ചെയ്തേ? വാർ ചാറ്റിൽ ഇട്ടില്ലല്ലോ. എടാ ഇവിടെ T/war ആണോ TV ആണോ? T/war. വെൽക്കം ടു TVA ഡെസ്ട്രോ. എടാ അതിന്റെ ബാക്കിലിട്ട് എന്തൊരു ടൈമിങ്. അല്ലടാ ഇവിടെ ഓരോ വട്ടം മാറോടാ. കഴിഞ്ഞ വട്ടം TV ആയിരുന്നു, ഇത് കഴിഞ്ഞ് വന്നപ്പോ ലാസ്റ്റ് പറഞ്ഞ മുന്നത്തെ പറഞ്ഞേ നെക്സ്റ്റ് ഡേ ഡെസ്ട്രോ കപ്പിൾ RP. എടാ അതുകൂടെ എനിക്ക് കാണണ്ട വന്നാ ഞാൻ ഇത് RP നിർത്തുക. അതുകൂടെ കാണണ്ട വന്നാ RP നിർത്തി ഞാൻ. എടാ അവൻ പുതിയ ഇറക്കുന്ന എന്ത് അവനെ പറഞ്ഞു കേട്ടോ. ഡെസ്ട്രോ ഇവിടെ ഒരു സ്പെഷ്യൽ റൂൾ ഉണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ കപ്പിൾ RP അലൗഡ് അല്ല. കപ്പിൾ RP അലൗഡ് അല്ല. പെൺകുട്ടി വേണ്ട. അതാണ് നമുക്ക് വാർ PvP കുറെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ പെൺപിള്ളേര് വന്നാൽ ശരിയാവൂല. ഇത് ഇവിടുത്തെ സ്ട്രിക്ട് റൂൾ ആണ്. ഇവിടെ ഇവരെല്ലാം സിംഗിൾസാ എല്ലാരും. ഇവിടെ എല്ലാരും അതെ ഡബിൾ സിംഗിൾ. റോൾ മോഡല്. അതെ ഒരു മിനിറ്റ് കൊച്ചൊന്ന് വന്നേ. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ഐ ഹാവ് എ ലിമിറ്റേഷൻ. ഓക്കെ യു നോ തമിഴ്, സോ പയ്യനെ കാര്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. പെണ്ണുങ്ങളൊന്നും പറ്റൂല. കോച്ച് വന്നപ്പോ എന്താ പറഞ്ഞത്? അമ്മ കോച്ചിനെ മലയാളം പഠിപ്പിക്കുന്നല്ലേ, അപ്പൊ നമ്മളെല്ലാരും തമിഴ് പഠിച്ചു. സത്യല്ലേ? ஆனா உனக்கு ஒண்ணு அறியுமோ, நீ வந்துட்டு ஃபர்ஸ்ட் ஸ்டார்டிங்ல ஃபுல்லா மலையாளம் தான் என்கிட்ட பேசி. അതെ പിന്നെ തിരിച്ച് തമിഴ് സ്റ്റാർട്ട് ആക്കി. ഞാൻ തമിഴ് സ്റ്റാർട്ട് ചെയ്തതോ? എനിക്ക് തമിഴ് പറയാൻ പോലും അറിഞ്ഞൂടാ. இல்ல அதெல்லாம் மலையாளம் பறஞ்சிட்டு நடுவுல ஸ்டார்டிங்ல நான் வந்த போது then you started again talking in യുനോ തമിഴ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്.
അതെ നീ അതൊക്കെ Free Fire ലെ upload ചെയ്ത video അല്ലേ? അതെ യൂരോ തമിഴാ അടിച്ചു അണ്ണാ, പറയടാ അവനെ share ചെയ്യാൻ വരാനുണ്ട്. മൈ ഈ അക്കൗണ്ട് മോബിയോട് മക്കളെ നോക്കുന്നതിന് നോക്കാൻ പറ. എന്താടാ മോബിയുടെ ഒരു മോളുണ്ട്, അതിന് മര്യാദക്ക് നോക്കാൻ പറയണം. ആ കൊച്ചു ഞാൻ മുതുക്കി മാമ സ്റ്റക്കി മാറ്റി അത് മാറ്റി 2 പ്രാവശ്യം ഞാൻ സ്റ്റക്കി മാറ്റി കൊടുത്തത്. എനിക്കൊരു എടാ ബോബി, നീ എവിടെന്നേലും ഒരു പെൺപിള്ളേരെ കൊണ്ടുവന്ന് പറഞ്ഞ കൊച്ചിനെ നോക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ മന്ദാരത്തിനെ. അത് മന്ദാരത്തിന് നിന്നോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. മന്ദാരാണ് പറഞ്ഞത്, ഞാൻ നോക്കിക്കോളാം. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും വയ്യ. ലീഡറിനെ തല്ലിക്കൊന്നിട്ട് നിനക്കൊന്നും ചോദിക്കണ്ടേടാ. ജാക്സ് പാരോ അത് പിന്നെ റിക്രൂട്ട് ചെയ്തതിന്റെ പേര് ചോദിച്ചാണോ? അല്ല വേറെ ഓക്കെ നമുക്കല്ലെങ്കിൽ സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല 5 ദിവസമായിട്ട്. മറ്റന്നാൾ പോലെ ഓ ഇങ്ങോട്ട് വരണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ, വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. നാളെ വന്നാലേ ഉള്ളു. നാളെയാണ് ചാൻസ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല നാളെ ഓ മറ്റേ മുണ്ടച്ചികളുടെ വാൻ തീരുവല്ലേ? നാളെ എന്താണ് സമാധാനം പോയി. സെക്കൻഡ് റിക്രൂട്ട് ആരാ? ഇന്ന് ഒരു ഇമോജി അല്ലേ ഇട്ടുള്ളൂ. ഞാൻ വാളം പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരെണ്ണം അല്ലേ ഇട്ടുള്ളൂ. ഒരെണ്ണം ഉള്ളത് ഒരെണ്ണം, 2 ഉള്ളപ്പോ 2. അപ്പൊ നാളെ കൊടിപൂരം, നാളെ കൊടിയേറ്റാണ് കേട്ടാ. എല്ലാരും വരണം. അപ്പൊ കുഴപ്പമില്ലടാ. Destro, we can only add you on Saturday, okay? ഈ ശനിയാഴ്ച ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മലയാളം പറഞ്ഞാൽ മനസ്സിലാവും ഡെസ്ട്രോയ്ക്ക്? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. അപ്പൊ ശനിയാഴ്ച രാത്രിയിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശനിയാഴ്ച തൊട്ട് ഉള്ള സിറ്റുവേഷൻസിൽ വേറെ കൂൾ ഡൗൺ ഒന്നും ഇല്ലല്ലോ? അപ്പ അത് അവർ അപ്ലൈ ചെയ്താ ആരപ്ലൈ ചെയ്താ? T47 അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ വേറെ ഗ്രൈൻഡിങ് ടൈം അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പ? ഓൾറെഡി ഉണ്ടായിരുന്നു. ഓൾറെഡി ഉള്ള പ്ലെയർ ആയതുകൊണ്ട് പ്രശ്നമില്ലല്ലേ? അപ്പൊ ഒരു 50 ക്യാപ്പിച്ചിനോ ഫോൺ ചെയ്ത് ഒരു 5000 സ്പോഞ്ച് ലോക്കർ ഇടാം. T47 ഒബ്ജക്ഷൻ ഒന്നും ഇല്ല കേസ്, അതുകൊണ്ട് അവന് കളിക്കാം. BGMA കളിച്ചോണ്ടിരുന്നപ്പോ ഏത് ലൈനപ്പിലൊക്കെ ആയിരുന്നു? TT-യിലും 100cc-യിലും ഇതിനകത്ത് കളിച്ചോണ്ടിരുന്ന ഇവൻ ടയർ 1 പ്ലെയർ ആണ്. ഇവൻ T1 പ്ലെയർ ആയിരുന്നു. ഇല്ല ഒരു 4 years back. അപ്പൊ നമ്മളൊക്കെ കളിച്ചോണ്ടിരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പണ്ടന്ന് പാച്ചിയുടെ കൂടെ ഇവരുടെ കൂടെ ഒരു ടൂർണമെന്റ് കളിച്ചു പോയിട്ട് അവരുടെ തുടക്കത്തിൽ. അതറിയാം. അവന്റെ പ്രൊഫൈലിൽ അപ്പാപ്പിനെയൊക്കെ തല്ലിക്കൊല്ലുന്ന വീഡിയോ ഉണ്ട്. പക്ഷെ അവന് കില്ലുണ്ട്. ഞാനൊരു വർണ്ണപ്പട്ടമായി. സത്യം ഞാനും ഗൈസ് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരാളെ ഗോലീഡർ ആക്കുന്നില്ല. ഞാൻ ഗോലീഡർ ആക്കാത്ത കാരണം എന്ന് പറഞ്ഞാ ഇതൊക്കെ തന്നെ കാരണം. ഒരു ഗുണമില്ലാത്ത കുറെ എണ്ണം. ഞാനിപ്പോ കോലീഡർ ആക്കാത്തതെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇപ്പൊ കോലീഡർ ആക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, സീനിയോറിറ്റി വൈസ് ലൈക്ക് അപ്പാപ്പനെ പോലെ കോലീഡർ പൊസിഷനിൽ നിന്ന ഒരാളെ ഞാൻ ഇവിടെ വന്നിട്ട് പുള്ളിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഞാൻ വേറൊരാളെ കോലീഡർ ആക്കിയാൽ അതൊരു ബാഡാ. എന്ന് വെച്ചാൽ വേറൊരു ഗ്യാങ്ങിൽ കോലീഡർ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പുള്ളി, മനസ്സിലായി? അവിടുന്ന് നമ്മുടെ അകത്തോട്ട് വന്നതാ. വേറെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മന്ദാരമാണെങ്കിലും ബാക്കി എല്ലാവരും ആ സമയത്ത് ഒരുപാട് പേര് TV-യിൽ ഒരേ സമയത്ത് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അത് ഇൻ ബിറ്റ്വീൻ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കത്തേ ഉള്ളൂ. ഓക്കെ, അവനെ കോലീഡറാക്കി, ഞാനും ആ സമയത്ത് വന്നതല്ലേ, ഞാനും ആക്റ്റീവ് അല്ലായിരുന്നു, ഞാൻ ഇതല്ലായിരുന്നു എന്നുള്ളൊരു ഇന്റേണൽ തോട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും കഴിച്ചു. എന്തിനാ ഇപ്പം എല്ലാവരും സന്തോഷത്തോടെ പോവുക? ഞാൻ സത്യം പറയാലോ കേസ്, ഇവന്മാർ തമ്മിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ലേറ്റ് നൈറ്റ് RPയും ഇപ്പം ഈ കാണുന്ന ബാക്കി എല്ലാ സന്തോഷമായിട്ടുള്ള RPയും ഇവർ തമ്മിലുള്ള സിങ്കും ഞാൻ വച്ച 2-3 മീറ്റപ്പിലും അതിനുശേഷം എൻ്റെ വീട്ടിൽ ഇവർ കൂടിയതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. സത്യം പറയാലോ,
അതൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു വിഷം അവരുടെ ഇടയ്ക്കോട്ട് ഒരു ഹൈറാർക്കി വിഷം ഇടിച്ചു കയറ്റാൻ എനിക്ക് താല്പര്യമില്ല ഗൈസ്. കുറച്ച് പോട്ടെ. ചന്ദ്രനുണ്ട്, ചന്ദ്രൻ ഒന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ ചന്ദ്രനുണ്ട്, അതിൽ ആരെങ്കിലും ഒരാൾ മതി തൽക്കാലം. ഇപ്പം എല്ലാവരും സന്തോഷത്തോടെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാം. കെവിൻ അവനെ അടുത്തടുത്ത് കളയാൻ പോണത് അവനെയാണ്, മനസ്സിലായോ? അടുത്തടുത്ത് കളയണത് അവനെയാണ്. സൺസെറ്റ് നോക്ക്. കണ്ടു. ചന്ദ്ര ചന്ദ്ര ഇവിടെ ചാറ്റിൽ ഇന്ന് പതിവില്ലാതെ കുറെ പേര് വന്ന് നിന്നെ ലീഡറാക്കാൻ പറയണത് എന്താ? ചെയ്യാറ് ഈ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ ഞാൻ തൂറി കവർ കെട്ടി എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. ഡെസ്ട്രോയ് ഏത് സ്ലോട്ടിലേക്കാണ്? ഡെസ്ട്രോയ് ഇട്ട സ്ലോട്ട് മൈൽസിന്റെ സ്ലോട്ടിലാണ് ഡെസ്ട്രോയ് ഇട്ടേക്കുന്നത്. മൈൽസിന് എക്സാമും ഇതൊക്കെയാണ്. മൈൽസ് ഇനി 1 മാസം എന്തോ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം മൈൽസിന്റെ സ്ലോട്ടിലായിരിക്കും ഡെസ്ട്രോ കളിക്കുന്നത്. ബാബു നമ്പൂതിരി ഇത് അൺഡിക്ലെയർഡ് ഗോ ലീഡർ. സത്യം ബാബു ഒക്കെ തൂങ്ങിച്ചാവും ഇവിടെ വേറെ ആരെങ്കിലും ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. കണ്ണാപ്പി ഡിസേർവ്ഡ്. എടാ അവിടെ ചത്ത് കിടക്കോ കണ്ണാപ്പി, വാ അകത്തോട്ട് ഗെയിമിനകത്തോട്ട് കയറി വാ. അവിടെ ചാറ്റിൽ ഇരിക്കല്ലേ, വാ അകത്തോട്ട് വാ. ഇതാരാ? എന്താടാ നിനക്കൊക്കെ? എന്നെയല്ല നിന്നെ മറന്നത്. ആശ നീ വരുവോ മറ്റന്നാ? ഞാൻ വരികയാണ് മറ്റന്നാളല്ലേ, നാളെ കയറുമല്ലോ. നാളെ തൊട്ട് എന്റെ ഫുൾ ചെലവാണ്. വണ്ടി ഞാൻ ഇനി വീട്ടിലോട്ടും പോകുന്നില്ലല്ലോ, അവിടെ തന്നെ ഇരിക്കുക. വിളിക്കണ്ടായിരുന്നു. മറ്റന്നാ എന്റെ ഒരു കൺസേർട്ട് ഉണ്ട്, അതിന് പോകാൻ വേണ്ടി ഒരു കയ്യില് വിളിച്ചത് അറിയാതെ. മരിച്ചു കിടക്കുന്ന സൈഡില് മറ്റേ ക്രേസി ഗോപാലിന്റെ അല്ലേ? ഇന്ന് ക്രേസി ഗോപാലിനാ മോബി ഇപ്പൊ വളർത്ത് കൊച്ചിനെടുത്തുണ്ട്. മോബി വാടക ആ കൊച്ച് ഞാൻ ഏത് പെണ്ണിനോട് ഇത് പറയാതെ മാമാ ചന്തി ചെയ്ത് തരുമോ ചോദിക്കും. റാഗിയ പക്ഷെ വന്നോടല്ലേ ഇത് ചെയ്ത. എന്നാലും വിളിക്ക്